ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ ഈ ആരാധന നിമിഷങ്ങളിലേക്ക് ഭക്തിയാദരങ്ങളോടെ നമുക്ക് കടന്നു വരാം. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹ നിമിഷങ്ങളാണ് ഈ ആരാധനാ നിമിഷങ്ങൾ. നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുവാൻ, അവിടുത്തെ ദിവ്യ സ്നേഹം നമ്മിൽ ചൊരിയുവാൻ, നാം ഓരോരുത്തരെയും രക്ഷ ഒരനുഭവമായി കണ്ടെത്തിയ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഈശോ ഒരിക്കൽ കൂടി ആഗതനാകുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. വലിയ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന വേളയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ രക്ഷ നാം ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ അനുഭവമാകുവാൻ, നമ്മുടെ കുടുംബങ്ങളുടെ അനുഭവമാകുവാൻ, വിശ്വാസം വഴി രക്ഷാനുഭവം സ്വന്തമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപയും കരുണയും നൽകണമേ എന്ന് ഈ ആരാധന വേളയിൽ ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ.
ദിവ്യകാരൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജീവസുറ്റ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം വഴി കൃപയാൽ നമ്മെ വീണ്ടെടുക്കുന്ന, രക്ഷാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയെ തിരിച്ചറിഞ്ഞ് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ആമേൻ. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ യേശുവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ആമേൻ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ഹല്ലേലൂയ, 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 കരങ്ങൾ വീശി ഹല്ലേലൂയ, ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളെ, ഭാരങ്ങളെ, ദുഃഖങ്ങളെ സമർപ്പിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ, തകർച്ചകളെ, പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ സമർപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവന്റെ ആധാരമായവൻ സ്വർഗത്തിന് മഹിമ വിട്ട് നമ്മെ കണ്ടെത്തുവാനും അന്വേഷിച്ച് രക്ഷിക്കുവാനും വേണ്ടി ഈ ഭൂമിയോളം താഴ്ന്നിറങ്ങി കടന്നു വന്ന ഈശോ തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിസ്സീമമായ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് തമ്പുരാനിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കാം. മാലാഖമാരുടെ വിശുദ്ധരുടെയും സ്തുതികീർത്തനങ്ങളിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, ഇടമുറിയാത്ത ദൈവസ്തുതിപ്പുകളിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, സർവ്വ ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ ദൈവം തിരുവോസ്തിരൂപനായി കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ തകർച്ച അനുഭവങ്ങളെയും യേശു കരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ നന്ദി, ആരാധന, ആരാധന. ശിവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജനകോടികളോട് ചേർന്ന്, സകല കുടുംബങ്ങളോട് ചേർന്ന് കർത്താവ്, ഞങ്ങളുടെ തകർച്ചകളോട്, ഭാരങ്ങളോട്, ദുഃഖങ്ങളോട്, രോഗങ്ങളോട്, നിരാശകളോട് ചേർത്ത് നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഓ സ്തുതികളിൽ വസിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങേ മക്കളാ ഞങ്ങളിലേക്ക് നിന്റെ കരുണയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ, രക്ഷയാൽ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവൽ പ്രിയമുള്ളവരെ, ആരാധന നിമിഷങ്ങളിൽ ഏറെ വിശ്വാസത്തോടെ നമുക്ക് ദിവ്യകാരുണ്യ യേശുവിൻ്റെ സവിധത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ആയിരിക്കുന്നത് പോലെ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മഹനീയ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, കാരാഗ്രഹ പാലകനായ വിജാതീയനായ കൊർണേലിയൂസ് പൗലോസിൻ്റെ ഈ വാക്കുകൾ കേട്ട് അവനും അവൻ്റെ കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ചു എന്ന നടപടി പുസ്തകത്തിൻ്റെ വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. കർത്താവിൽ വിശ്വസിച്ചത് നിമിത്തം അവരെല്ലാവരും അത്യധികമായി സന്തോഷിച്ചു എന്നാണ് വചനം നമ്മോട് പറയുക. പ്രിയമുള്ളവരെ, കർത്താവിൽ വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും രക്ഷയും അവരുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കർത്താവായ ദൈവം വർഷിച്ചു. അവരുടെ പാപഭാരം മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത മഹനീയ അനുഭവം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ആ കുടുംബം മുഴുവൻ അത്യധികമായ ആനന്ദത്തിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഇന്നും നാം ഓരോരുത്തരുടെ കുടുംബങ്ങൾ, ഭവനങ്ങൾ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവായ യേശു. സക്കേവൂസിൻ്റെ ഭവനത്തെ രക്ഷിച്ച് അനുഗ്രഹിച്ച അതേ ക്രിസ്തു ഈ തിരുവോസ്തിയിൽ വസിച്ചുകൊണ്ട് നമ്മെയും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മകനെ, മകളെ, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ജീവിത സാഹചര്യങ്ങൾ, നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ തകർച്ചകൾ എല്ലാം കർത്താവായ യേശു കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. അവൻ്റെ നാമം വിശ്വാസത്തോടെ നീ വിളിച്ചപേക്ഷിക്കുക. വചനം പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ ദൈവം കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ ആ വലിയ രക്ഷയുടെ അനുഭവം നാം ഏവരുടെയും കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി കണ്ടെത്തുവാൻ, സ്വന്തമാക്കുവാൻ കർത്താവെ നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഈ ആരാധന നിമിഷങ്ങളിൽ ഏറെ തീക്ഷ്ണമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദൈവത്തിന് ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും, മകനെ, മകളെ, നീ വിശ്വാസത്തോടെ ഈ നിമിഷം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച അതെത്ര വലുതായിക്കൊള്ളട്ടെ, നീ കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അതെത്ര നിന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായിക്കൊള്ളട്ടെ, നീ കർത്താവിനെ വിളിക്കുമെങ്കിൽ, അവൻ്റെ നാമം വിശ്വാസത്തോടെ നീ ഏറ്റുപറയുമെങ്കിൽ അവൻ്റെ വാഗ്ദത്തമായ രക്ഷ ഇന്ന് നിന്റെ സ്വന്തമായി നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈശോയെ, ആ വലിയ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈ ഗാനത്തോട് ചേർന്ന് പാടി ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
ആമേൻ. എന്നെ കൈവിടാത്തവൻ എന്നേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ കൈവിടാത്തവൻ എന്നേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ യേശുവേ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ. കർത്തൃകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തകർച്ചകളെ, ഭാരങ്ങളെല്ലാം സമർപ്പിക്കാം. കർത്താവായ യേശുവിലുള്ള വലിയ പ്രത്യാശയോടെ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെയും, നമ്മുടെ തകർച്ചകളെ, ഭാരങ്ങളെ, രോഗങ്ങളെല്ലാം കർത്താവിലേക്ക് ഉയർത്തി സമർപ്പിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഇരുട്ടിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ആമേൻ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഹല്ലേലൂയ. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഓ യേശുവേ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. യേശുവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. നീ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ അവിടുത്തെ മഹത്വം ദർശിക്കുമെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ വിശ്വസിച്ചവരെല്ലാം അവൻ്റെ മഹത്വം കണ്ട് തമ്പുരാൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയ മകനെ, മകളെ, ഈ ആരാധന നിമിഷങ്ങളിൽ പങ്കുചേരുമ്പോൾ കർത്താവ് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുവാനും അവിടുത്തെ വലിയ മഹത്വം ദർശിക്കുവാനും നിന്നെയും ക്ഷണിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിൻ്റെ മഹത്തായ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തെ പ്രാപിക്കാം. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ ആമേൻ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. ഹല്ലേലൂയ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. നമ്മെ തന്നെ പൂർണ്ണമായി യേശു കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിനുള്ള പരീക്ഷ അനുഭവങ്ങളെയും കർത്താവ് അനുവദിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസ പരിശോധനകളെയും യേശു കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ തിരുവോസ്തിരുവനായ ഈശോയെ ആത്മനേത്രങ്ങൾ കൊണ്ട് കണ്ട് നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് അവിടെ നിന്ന് ഒഴുക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം തമ്പുരാന്റെ മുമ്പിലായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും പ്രാർത്ഥന അത്യധികമായി ആവശ്യമായിട്ടുള്ളവരെയും നീറുന്ന സങ്കടങ്ങളിൽ, ഭാരങ്ങളിൽ, രോഗങ്ങളിൽ, വിശ്വാസ പരീക്ഷകളിൽ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈശോയുടെ അനുഗ്രഹ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി